ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി ഉണ്ടല്ലോ, ആ അരിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ബിരിയാണി അരി, ബസുമതി റൈസ്, ഏത് അരിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് റേഷൻ അരി, നമ്മളെ വെള്ള റേഷൻ അരി ഉണ്ടല്ലോ, ആ അരി വെച്ചാണ് ചെയ്യുന്നത്. ആ റേഷൻ അരി ആണെങ്കിൽ ഒരു അരമണിക്കൂർ നല്ലതുപോലെ കഴുകി കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ച അരി നമ്മൾ സാധാരണ ബിരിയാണി ചോറ് വെക്കുന്ന കണക്ക് അത് വെള്ളം തിളച്ചതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് അരി വേവിച്ച്, അതായത് 95% വേവിക്കുക. റേഷൻ അരി ആയതുകൊണ്ട് ഒരുപാട് വെന്താൽ കുഴഞ്ഞു പോകും. അതിനുശേഷം ഒരു ഇരുമ്പേട്ടിക്കകത്ത് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം, സൺഫ്ലവർ ചേർക്കാം. അതല്ല ഏത് എണ്ണയാണോ ഉള്ളത് ആ എണ്ണ ചേർത്ത് അതിനകത്ത് കുറച്ച് മസാലാസ് ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഏത് വെജിറ്റബിളും ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, ക്യാബേജ്, പച്ചമുളക് ഇതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയ ശേഷം ആണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ മക്കൾക്കൊക്കെ വെജിറ്റബിൾ കഴിക്കാനും മുട്ട കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അവർ സ്കൂളിൽ കൊണ്ടുപോയി പാതി സാധനം കൊണ്ട് കളഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ചോറാണെങ്കിൽ ഒരു മക്കളും കൊണ്ട് കളയത്തില്ല. അതിന് കറിയൊന്നും വേണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഈ എല്ലാ വെജിറ്റബിളും അവരുടെ ഉള്ളിലോട്ട് പോകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഇട്ടു, ഒരു അര സ്പൂൺ കുഞ്ഞുങ്ങളെ എരി അനുസരിച്ചാണ് ചേർക്കേണ്ടത്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു അര സ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല, എന്തെങ്കിലും ഒരു ഫ്ലേവറിനൊരു മസാല ചേർക്കുക. ആ ചേർത്ത് ഞാൻ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. അതൊക്കെ അവരെ ഇഷ്ടം അനുസരിച്ചാണ് ഏത് വെജിറ്റബിൾ ചേർക്കണമെന്നോ അല്ലെങ്കിൽ മുട്ട ചേർക്കണം. അതൊക്കെ അവരവരെ മക്കളെ ഇഷ്ടം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇടുക. അത് കഴിഞ്ഞ് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരിയുണ്ടല്ലോ, ഊറ്റി വെച്ചിരിക്കുന്ന അരി എടുത്ത് തട്ടിപ്പൊത്തി നല്ലതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് ഇഷ്ടമായ ലഞ്ച് ഇവിടെ റെഡി. അരി വേവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഏത് കുട്ടികൾക്ക് ഇഷ്ടമാകും. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ മോന് കൊടുത്ത് വിട്ടിരിക്കുന്നത് തക്കാളി ചട്നിയാണ്. ഇത് മുമ്പ് ഞാൻ മയണൈസും തക്കാളി ചട്നിയുടെയും കൂടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എളുപ്പമാണ്. 3 തക്കാളി എടുത്ത് ഒന്ന് ബോയിൽ ചെയ്യിക്കണം. ചൂടുവെള്ളത്തിയിട്ട് ഒന്ന് ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം ഈ തക്കാളിയും മല്ലിയിലയും പച്ചമുളകും 2 വെളുത്തുള്ളിയും ഉപ്പും, പച്ചമുളക് മക്കളെ എരി അനുസരിച്ചാണ്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് തക്കാളി ചട്നി റെഡിയായി. എൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ലഞ്ച് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാനത് അവർക്ക് പൊതിഞ്ഞു കൊടുക്കുകയാണ്. താങ്ക്